ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ ഒരു പ്രമോ വിശേഷം കേട്ടാലോ? വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സച്ചിയുടെ കഥയും രവീന്ദ്രൻ്റെ കൂർക്കം വലിയുമായി നമ്മുടെ സുധിയുടെ ഉറക്കം അങ്ങ് പോയി കിട്ടി. ശല്യം സഹിക്കാൻ കഴിയാതെ അവൻ എണീറ്റ് ഹാളിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ശ്രുതി റൂമിലേക്ക് കിടക്കാനായി വരുമ്പോഴേക്കും ചന്ദ്രമതി അവളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട്. താൻ നിലത്ത് കിടന്നോളാമെന്നും ആൻറ്റി കട്ടിലിൽ സുഖമായി ഉറങ്ങിക്കോന്നും ശ്രുതി പറയുമ്പോൾ അതൊന്നും വേണ്ട, നീ എൻ്റെ കൂടെ തന്നെ കട്ടിലിൽ ഇവിടെ വന്ന് കിടക്ക്, അല്ലെങ്കിൽ താഴെ കിടക്കുന്നവളുമാരെല്ലാം കയറി എൻ്റെ കൂടെ കട്ടിലിൽ കിടക്കുമെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ആ മനുഷ്യന് വേറെ പണിയൊന്നുമില്ല ഇവളോട് ഇവിടെ വന്ന് കിടക്കാൻ പറയാൻ. ഇവളുമാരെല്ലാം നിർത്തേണ്ടടുത്തു തന്നെ നിർത്തണം. ഇവളെ എൻ്റെ കൂടെ കട്ടി കിടത്തിയ നാളെ അവൾ തലയിൽ കയറി നിരങ്ങും എന്നൊക്കെ രേവതിയെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് കിടക്കാനായി പറയുന്നുണ്ട്. ഇതെല്ലാം ഉറങ്ങാതെ കിടക്കുന്ന രേവതി കേൾക്കുമ്പോൾ അവൾക്ക് സങ്കടം വരുന്നുണ്ട്. പിന്നീട് എന്തോ ശബ്ദം കേട്ടുണരുന്ന ശ്രുതി ആരാ ഈ സമയത്ത് മോട്ടോർ ഓണാക്കി എന്ന് ചോദിച്ചുകൊണ്ട് എണീക്കുമ്പോൾ തൊട്ടടുത്ത് കിടന്ന് കൂർക്കം വലിച്ചിറങ്ങുന്ന ചന്ദ്രമതിയാണ് കാണുന്നത്. ആകെ ഭ്രാന്ത് പിടിക്കുന്ന ശ്രുതി അവരെ വിളിച്ചുണർത്താൻ നോക്കുന്നുണ്ടെങ്കിലും അവരുടെ ഒറ്റത്തട്ടിന് ശ്രുതി കട്ടിലിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. പിന്നീട് അവൾ എണീറ്റ് വന്ന് കട്ടിലിരുന്ന് പുതപ്പെടുത്ത് തലവഴി മൂടാൻ നോക്കുന്നുണ്ടെങ്കിലും അവരതും തട്ടി മാറ്റുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ രേവതി നല്ല ഉറക്കത്തിലായിരുന്നു. ഈ ശബ്ദത്തിലും ഇവൾക്ക് ഇങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നു? ഇവിടെ ഇനി കിടന്നാ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ടവൾ ബെഡ്ഷീറ്റും തലണയും എടുത്ത് ഹാളിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഉറക്കം വരാതെ ഇരിക്കുന്ന ശ്രുതിയെ കാണുന്നത്. നീ എന്താ ഇങ്ങോട്ട് വന്നത്? ഉറക്കം വരുന്നില്ലെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ എന്നെ ഉറങ്ങാൻ സമ്മതിക്കണ്ടേ? അവരുടെ കൂർക്കം വലി താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എന്താ പുറത്തേക്ക് വന്നേന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ആ സച്ചിയുടെ കഥ പറച്ചിൽ കാരണം ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് ശ്രുതി പറയുമ്പോൾ, അപ്പോൾ നമ്മൾ രണ്ടാളും ഇന്ന് ഹാളിൽ തന്നെ കിടന്നുറങ്ങേണ്ടി വരുമല്ലേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. എങ്ങനെയോ ഒരു റൂം കിട്ടിയെന്ന് വിചാരിച്ചതാ, ആ സച്ചി പിന്നെയും എന്നെ പുറത്താക്കി എന്ന് ശ്രുതി പറയുന്നുണ്ട്. എനിക്ക് റൂമിന് പുറത്ത് കിടന്ന ഉറക്കം വരില്ലെന്ന് ശ്രുതി പറയുമ്പോൾ വേറെന്തു ചെയ്യാനാ? എല്ലാ ദിവസവും ഇതുപോലെ തന്നെ നടക്കുകയാണെങ്കിൽ അത് ശരിയാവില്ല. പെട്ടെന്ന് തന്നെ ഇതിന് എന്തെങ്കിലും വഴി കണ്ടെത്തണം എന്ന് ശ്രുതി പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഉറങ്ങാനായി പോകുന്നുണ്ട്. രാവിലെ ആവുമ്പോൾ വൈകി എണീറ്റ് വരുന്ന രേവതിയെ കണ്ട് മഹാറാണി എണീറ്റ് വന്നോന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. സമയം എത്രയെന്ന് നിനക്കറിയോന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. നല്ല പോലെ എതിർത്ത് സംസാരിക്കാനായി പഠിച്ചിട്ടുണ്ടല്ലോ. കാലത്ത് എഴുന്നേറ്റ് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കണമെന്ന് അറിയില്ലേ നിനക്ക്? ബാക്കിയുള്ളവർക്ക് ജോലിക്ക് പോവാനുള്ളതല്ലേ എന്നൊക്കെ ചന്ദ്ര അവളെ വഴക്കു പറയുമ്പോൾ, ജോലിക്ക് പോകുന്നവർക്ക് ഒരു ദിവസമെങ്കിലും ലീവ് കിട്ടും. ഞാനിവിടെ എല്ലാ ദിവസവും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് രേവതി പറയുമ്പോൾ, അതുകൊണ്ടെന്താ നീ ഇപ്പോൾ എനിക്ക് ലീവ് ലെറ്റർ തരാൻ പോവുകയാണോ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. വയ്യാതിരിക്കുന്ന ഒരു ദിവസമെങ്കിലും അവർക്കൊന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൂടെ എന്ന് രേവതി ചോദിക്കുമ്പോൾ, നീ എന്താ ഓർഡർ ചെയ്യുകയാണോ? ഞങ്ങളെല്ലാം തനിയെ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണോ എന്ന് ചന്ദ്ര വീണ്ടും ചോദിക്കുമ്പോൾ, എന്നെക്കൊണ്ട് ഈ അവസ്ഥയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. നിനക്കെന്താ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാത്തത്? ഇത്രയും സമയം കിടന്നുറങ്ങിയില്ലേ നീ? വെറുതെ ഓരോന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാ എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും, രാവിലെ തന്നെ തുടങ്ങിയോ രേവതിയുമായി വഴക്ക് എന്ന് ചോദിച്ചുകൊണ്ട് രവിയും അങ്ങോട്ട് വരുന്നുണ്ട്. ഇവൾ എഴുന്നേറ്റ് വന്നാൽ നേരം കണ്ടോ? ലേറ്റായി എണീറ്റതും പോരാ, അവനവൻ തന്നെ വെച്ചുണ്ടാക്കി കഴിക്കണമെന്ന് ഓർഡർ ചെയ്തിരിക്കുക എന്ന് ചന്ദ്ര രേവതിയെക്കുറിച്ച് പറയുമ്പോൾ, എന്നെക്കൊണ്ട് കഴിയാഞ്ഞിട്ടാ പറഞ്ഞത്, പനി അധികം മാറിയിട്ടില്ലെന്ന് രേവതി പറയുന്നുണ്ട്. ഇതെല്ലാം അവളുടെ അഭിനയമാ, ഇവിടെ ആരും ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കണമെന്നാ അവളുടെ ആഗ്രഹം എന്ന് ചന്ദ്ര വീണ്ടും രേവതിയെ കുറ്റം പറയുമ്പോൾ, അവൾക്ക് വയ്യാഞ്ഞിട്ടാണെന്ന് പറഞ്ഞില്ലേ? അസുഖമില്ലാതിരിക്കുമ്പോൾ അവൾ നീ പറയുന്ന എല്ലാ ജോലിയും ചെയ്യാറില്ലേ എന്ന് രവി ചോദിക്കുമ്പോഴേക്കും, ജോലിക്ക് പോവാൻ റെഡിയായി ശ്രുതിയും ശ്രുതിയും അങ്ങോട്ട് വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായില്ലെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, ഇവൾ ഇന്ന് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്ന ഇവളുടെ ഓർഡർ എന്ന് ചന്ദ്ര രേവതിയെക്കുറിച്ച് പറയുമ്പോൾ, എന്താ അമ്മ ഇത്? രാത്രി ശരിയായി ഉറങ്ങിയിട്ട് പോലുമില്ല. ആ സച്ചി കഥ പറഞ്ഞ് ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ പുറത്തു വന്നാ കിടന്നത് എന്ന് ശ്രുതി പറയുമ്പോഴേക്കും, ഞാനും അത് ശ്രദ്ധിച്ചു. എന്താ ശ്രുതി നീ ഹാളിൽ വന്ന് കിടന്നേന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. റൂമിനുള്ളിൽ കിടന്നിട്ട് തനിക്ക് ഉറക്കം വന്നില്ലെന്ന് ശ്രുതി പറയുമ്പോൾ, ഇനി മുതൽ എനിക്ക് തനിച്ച് ഉറങ്ങാൻ കഴിയില്ല, രോഹിണി ഇല്ലാതെ എനിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിയില്ലെന്ന് ശ്രുതി പറയുമ്പോൾ, ശ്രുതി അവനെ പിച്ചുന്നുണ്ട്. അതല്ല അമ്മേ, ഞങ്ങളുടെ റൂമിൽ തന്നെ കിടന്നാലേ എനിക്ക് ഉറക്കം വരൂ. രാത്രി ശരിയായി ഉറങ്ങാനും പറ്റിയില്ല, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റുമില്ല.
എന്താ നീ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് രേവതിയോടായി ശ്രുതി ചോദിക്കുന്നുണ്ട്. ഇവളിപ്പോൾ ഈ സമയത്ത് ആടിക്കൊഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് എന്ന് ചന്ദ്ര വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തുമ്പോൾ അവൾക്ക് പനിയായോണ്ടല്ലേ എന്ന് രവി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബഹളമെല്ലാം കേട്ട് അടുക്കളയിൽ നിന്ന് കയ്യിലൊരു തവിയുമായി സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ രാവിലെ തന്നെ ഒരു ബഹളമെന്ന് സച്ചി ചോദിക്കുമ്പോൾ എന്താ തവിയുമൊക്കെയായി വരുന്നതെന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. രേവതിക്ക് നല്ല പനിയല്ലായിരുന്നു, അവൾക്ക് വേണ്ടി കഞ്ഞി വെക്കുകയാണെന്ന് സച്ചി പറയുമ്പോൾ അത് കൊള്ളാം, അവളുടെ വയറു നിറയ്ക്കണം, എന്നിട്ട് ഞങ്ങളെല്ലാം പട്ടിണി കിടക്കണമല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതി രാവിലെ ഒന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു, അതിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് രവീന്ദ്രനും പറയുന്നുണ്ട്. രേവതി എന്താ ഈ വീട്ടിലെ വേലക്കാരിയോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇത്ര നാളും ഇവൾ തന്നെയല്ലേ ഇവിടെ വെച്ച് വിളമ്പിയിരുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. തനിക്ക് ബിസിനസ് നന്നായി നോക്കി നടത്താനുള്ളതാണെന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ എങ്ങനെ ഇപ്പോൾ പോകുമെന്നും ശ്രുതി ചോദിക്കുമ്പോൾ നിനക്ക് കഴിക്കണമെങ്കിൽ നിന്റെ ഭാര്യയോട് ഉണ്ടാക്കി തരാൻ പറ, അല്ലാതെ രേവതിയോടാണോ പറയുക എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. എന്നും രേവതിയല്ലേ ഉണ്ടാക്കാറ്, അവളായിട്ടല്ലേ ആ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഇത് കല്യാണ മണ്ഡപമാണോ, ആളുകളുടെ എണ്ണം അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് ജോലി ചെയ്യാൻ അവൾക്ക് സുഖമില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് സച്ചി അവരോടായി ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ ശരിയാവും, കാലത്ത് 4 മണിക്കെണീറ്റ് പൂവ് വാങ്ങാൻ പോകുമ്പോൾ നല്ല ആരോഗ്യമാണല്ലോ, അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞാലും ചാടിത്തുള്ളി പോണ കാണാം, വീട്ടിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കണമെന്ന് പറയുമ്പോഴേയുള്ളൂ ഈ വയ്യായികയില്ലാമെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ രേവതി ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താ, ഒരു ദിവസം നിനക്കുണ്ടാക്കിക്കൂടെ എന്ന് രവി ചോദിക്കുന്നുണ്ട്. ഇത് തന്നെയാ ഇവള് ഉദ്ദേശിച്ചത്, നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാ ഇവളിങ്ങനെ അനുസരണ ഇല്ലാതായത് എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും ശ്രീകാന്തും വർഷയും അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്താ വഴക്കു കൂടിക്കൊണ്ടിരിക്കുന്നേ, ജോലിക്ക് പോവാൻ സമയമായി, എല്ലാവർക്കും കഴിക്കാം എന്ന് വർഷ പറയുമ്പോഴേക്കും ഇന്ന് നമുക്ക് ആർക്കും ഭക്ഷണമില്ല, ഇവൾ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ അതെന്തു പറ്റിയെന്ന് ശ്രീകാന്തും ചോദിക്കുന്നുണ്ട്. രേവതിക്ക് വയ്യാത്തോണ്ടാ ഒന്നും ഉണ്ടാക്കാഞ്ഞതെന്ന് രവി പറയുമ്പോൾ വർഷ അവളുടെ അടുത്തേക്ക് ചെന്ന് പനി ഇതുവരെ മാറിയില്ലേ, പിന്നെന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റത്, റെസ്റ്റ് എടുത്തൂടായിരുന്നു എന്നൊക്കെ വർഷ പറയുമ്പോൾ ഇത്രയും സമയം നന്നായി ഉറങ്ങി നല്ല റെസ്റ്റ് എടുത്തിട്ട് തന്നെയാ ഇവള് വന്നിരിക്കുന്നത്, ഇനി നിന്റെ ഉപദേശം കേട്ട് അവൾ ഉച്ചവരെ കിടന്നുറങ്ങും ചന്ദ്ര പറയുമ്പോൾ വയ്യാതെ എങ്ങനെയാ രേവതി ഫുഡ് ഉണ്ടാക്കുകയെന്ന് ശ്രീകാന്തും ചോദിക്കുന്നുണ്ട്. രേവതി ചേച്ചി ജോലി ചെയ്യണ കണ്ട എനിക്ക് തന്നെ ക്ഷീണം വരും, കണ്ടിന്യൂസ് ആയി റെസ്റ്റ് എടുക്കാതെ ജോലി ചെയ്തോണ്ടാ ഈ പനിയെല്ലാം വന്നത്, രേവതി ചേച്ചി പോയി കിടക്കെന്ന് വർഷ പറയുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാതിരുന്ന പിന്നെ ഞങ്ങൾ എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. കേട്ടെ രേവതി തന്നെ ഈ വീട്ടിൽ വെച്ചുണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം, മറ്റുള്ളവർക്കും ചെയ്തൂടെ, ഈ വീട്ടിൽ ഇവളല്ലാതെ വേറെ 2 മരുമക്കളുണ്ടല്ലോ എന്ന് രവി പറയുമ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് താനൊരു നല്ല ഷെഫിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചതെന്ന് വർഷ പറയുന്നുണ്ട്. അതാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതും ഒരു റീസൺ തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയോടായി ഞങ്ങൾ 2 പേരും ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് വർഷ ശ്രീകാന്തിനെയും കൂട്ടി പോകുന്നുണ്ട്. അപ്പോഴേക്കും രവി ശ്രുതിയോടായി ശ്രുതിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറയുമ്പോഴേക്കും തനിക്കിന്ന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്, തീരെ സമയമില്ലെന്ന് പറഞ്ഞ് ശ്രുതി പോവാനൊരുങ്ങുമ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചന്ദ്ര ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതിനൊന്നും ഇപ്പോൾ സമയമില്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാനില്ല എന്ന് ശ്രുതി പറയുമ്പോൾ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർക്ക് ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ശ്രുതി പറയുമ്പോൾ അത് കറക്റ്റാണ് ശ്രുതി, നമുക്ക് കുറെ കൂടി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ, ലക്ഷങ്ങളുടെ ബിസിനസ് ആണല്ലോ നമ്മൾ നടത്തുന്നത്, നമുക്കൊരു നിമിഷം പോലും റെസ്റ്റ് എടുത്ത് സമയം വേസ്റ്റ് ചെയ്യാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചോണ്ട് അവിടെ നിന്നിറങ്ങി പോകുന്നുണ്ട്. ഇത് കണ്ട് ഇത്ര നാളും ഈ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ജോലി കിട്ടിയപ്പോൾ അവൻ്റെ ഒരു അഹങ്കാരമെന്ന് സച്ചി പറയുമ്പോൾ അവൻ പഠിച്ചതനുസരിച്ചുള്ള ഒരു ജോലി ഇപ്പോഴാ കിട്ടിയത്, അത് നിങ്ങളുടെ ജോലി പോലെയല്ല, വീട്ടിലെ 4 പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വെറും വയറോടെ ഇറങ്ങിപ്പോയത് ഇപ്പോൾ നിനക്ക് സന്തോഷമായോന്ന് രേവതിയോടായി ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഞങ്ങളും പട്ടിണി കിടന്നോളാം, നീയും നിന്റെ ഭർത്താവും നല്ലവണ്ണം പോയി വെട്ടി വിഴുങ്ങ് എന്ന് ചന്ദ്ര അവളെ വഴക്ക് പറയുമ്പോൾ നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ, ആരോഗ്യമുള്ളപ്പോൾ അവളെല്ലാം ചെയ്തിരുന്നതല്ലേന്ന് രവി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഇതെല്ലാം രേവതിയുടെ തെറ്റു തന്നെയാ, വീട്ടിലെ എല്ലാ ജോലിയും അവൾ തന്നെയല്ലേ ചെയ്തോണ്ടിരുന്നത്, ഇനി മുതൽ രേവതി ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കേ, മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അവരുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അടുക്കളയിലേക്കായി പോകുന്നുണ്ട്. എന്താ അവൻ പറഞ്ഞിട്ട് പോയെന്ന് നിങ്ങൾ കേട്ടില്ലേന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ നീ ആദ്യം നിന്റെ വായടച്ചു വെക്കെന്ന് രവി പറയുന്നുണ്ട്. ഇന്നത്തേക്ക് വായടച്ചു തന്നെ വെക്കേണ്ടി വരും, അല്ലാതെ നിങ്ങളെപ്പോലെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ
എല്ലാം എൻ്റെ തലയിലെഴുത്ത് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടുന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. സച്ചി അടുക്കളയിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച രേവതി അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതാ. രേവതി, നീ എന്ത് പണിയായി ചെയ്യുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ പാത്രമെല്ലാം കഴുകാതെ ഇട്ടിരിക്കുക. വയ്യാതെ ഇതെല്ലാം എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് സച്ചി അവളെ പിടിച്ചു വലിക്കുമ്പോഴാണ് അവളുടെ ദേഹം ചുട്ടുപൊള്ളുന്നത് കാണുന്നത്. പനി രാത്രിയിലത്തെക്കാളും കൂടിയിട്ടുണ്ടല്ലോ എന്ന് സച്ചി പറയുമ്പോൾ അതെല്ലാം മാറിക്കോളുമെന്ന് പറഞ്ഞിട്ട് രേവതി ഭക്ഷണം ഉണ്ടാക്കാനായി തുടങ്ങുമ്പോഴേക്കും നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കണ്ടേ, പാവം എല്ലാവരും ഭക്ഷണം കഴിക്കാതെയാ പോയത്. അച്ഛനും അമ്മയ്ക്കും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് രേവതി പറയുമ്പോൾ അതൊന്നും വേണ്ട, ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ട്, അച്ഛനും അമ്മയും അത് കുടിച്ചോളുമെന്ന് സച്ചി പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് സച്ചി പറയുമ്പോൾ അതൊന്നും വേണ്ട, അതങ്ങനെ മാറിക്കോളുമെന്ന് രേവതി പറയുമ്പോൾ പനി കൂടിയെന്ന് പറഞ്ഞാൽ കേൾക്കില്ലേ, നീ വേഗം ചെന്ന് റെഡിയാവ് എന്ന് സച്ചി വീണ്ടും ദേഷ്യപ്പെടുമ്പോഴേക്കും ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് രേവതി പറയുന്നുണ്ട്. നീ വലിയൊരു ഡോക്ടർ, പറഞ്ഞത് കേൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവളെ റെഡിയാവാനായി പിടിച്ചോണ്ട് പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.